ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഒരു ഇഫ്താറിൻ്റെ കുറച്ച് വിശേഷങ്ങളെല്ലാം ഷെയർ ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൈൻ്റെ റെസിപ്പിയും അതിൻ്റെ ഗ്രേവിയും എല്ലാം കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിലൊരു നമ്മളെ സബ്വേ സാൻഡ്വിച്ച് അല്ലേ, അതിൻ്റെ റെസിപ്പിയുണ്ട്. അപ്പോൾ ഏതായാലും വീഡിയോ അങ്ങനെ മൊത്തത്തിൽ കണ്ടോക്ക്. ഫസ്റ്റ് തന്നെ കുക്കറിൽ ചെറിയരിയും ചെറുപയറും വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴത്തെ നന്നൂനെ ലെറ്റ്യൂസ് ഇതുപോലെ അടർത്തിയിട്ട് വിനാഗിരിയും ഉപ്പും ഇട്ട വെള്ളത്തിൽ ഒന്ന് നല്ലോണം കവാൻ വേണ്ടിയിട്ട് ഓളയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഉപ്പിൻ്റെ പാത്രം എൻ്റെ അടുത്തുനിന്ന് അതിൻ്റെ സൈഡ് മൂടിയില്ലേ, അതിങ്ങനെ വീണിട്ട് പൊട്ടിപ്പോയി. അപ്പം അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒരു ഉപ്പ് പാത്രം ആക്കിയതാണ്. നല്ലൊരു ഭരണിയാണ് ഉണ്ടായത്, അത് പൊട്ടിപ്പോയി. അപ്പം അതുപോലത്തെ പൊട്ടിപ്പം ഭയങ്കര ബേജാറല്ലേ. അപ്പം അതേപോലെ തന്നെ ഒന്ന് മേങ്ങാൻ വിചാരിച്ചിട്ട് നിൽക്കുന്നതാണ്. അതേപോലെ വേറൊരു പാത്രത്തിൽ കസ്കസും കൂടി ഇട്ട് വെക്കാൻ വിചാരിച്ച്, കാണാൻ നല്ല രസമല്ലേ. അപ്പം അങ്ങനെ. അപ്പം ഇനി നമുക്ക് കുറച്ച് പണികളെല്ലാം ഉണ്ട്. ഇന്ന് സബ്വേ സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിലേക്കുള്ള ഫില്ലിങ്ങും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പം ചിക്കൻ ബോൺലെസ് ആണ് എടുത്തിട്ടുള്ളത്. ഒരു 1/2 കിലോൻ്റെ അടുത്തെടുത്തിന്. അപ്പോൾ ഇതിലേക്ക് കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് പാപ്രിക്ക ഇല്ലേ, അത് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണോളം പാപ്രിക്ക പൗഡർ ഇട്ട് കൊടുത്തിന്. അതേപോലെ തന്നെ 1 ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് നമ്മളെ ഗാർലിക് പൗഡർ ഇല്ലേ, അതും എടുത്തിന്. അപ്പോൾ അതും ഇട്ട് കൊടുത്തിന്. അപ്പോൾ അത് മാത്രം പോരാ, നമ്മളെ ഫ്രഷ് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റല്ല ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിന്. അപ്പോൾ അത് ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണുന്നത് ഫ്രീസറിൽ വെച്ചതുകൊണ്ടാണ്. കുറച്ചൊന്ന് ചതച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായത്. ഫ്രീസറിൽ വെച്ചിട്ടാകുമ്പോൾ കുറച്ച് കട്ടിയായിപ്പോയി. അപ്പോൾ അതുകൊണ്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തതാണ്. അപ്പം അങ്ങനെ അതിലേക്ക് കുറച്ച് ഉപ്പില്ലേ, അതും കൂടി ഇട്ട് കൊടുത്തിന്. പിന്നെ വേണമെങ്കിൽ നമുക്കിതുപോലെ നോക്കാം, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പം കുറച്ച് മുളക് പൊടി കുറവുണ്ടതുകൊണ്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിന്. ഇനിയിലേക്ക് കുറച്ച് ചെറുനാരങ്ങ അതല്ലെങ്കിൽ വിനാഗിരിയോ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് കുറച്ച് സമയം മാറ്റിയേക്കാം. കുറച്ച് സമയം അല്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ് മതി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ കുറച്ച് നേരത്തെ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇനി നമ്മളെ ഫ്രൈക്കുള്ളൊരു സംഭവം റെഡിയാക്കിയിട്ട് എടുക്കാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചെറിയ ഒരു പീസ് ഉള്ളിയും ഒരു പാതി തക്കാളി, അതേപോലെ തന്നെ ചെറിയൊരു പീസ് ക്യാപ്സിക്കം അത്ര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം അടിച്ചെടുക്കുക. അപ്പോൾ നിങ്ങളെ കയ്യിൽ മല്ലിച്ചപ്പ്, പുതിന, തൈര് അതെല്ലാം ഉണ്ടെങ്കിൽ ഇതേ സമയത്ത് തന്നെ ഇട്ട് കൊടുത്താൽ മതി. അപ്പം എൻ്റെ അടുത്ത് തൈരില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടാണ് മല്ലിച്ചപ്പും പുതിനയും ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളെല്ലാം ഇട്ട് കൊടുക്കണം. അപ്പം ഞാനിവിടെ മുളക് പൊടി, മല്ലിപ്പൊടി, ഇപ്പോൾ 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ മുളക് പൊടി എടുക്കുന്നുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുക്കുക. പിന്നെ ഇതിലേക്ക് ഗരം മസാല പൗഡർ, കുരുമുളക് പൊടി, നമ്മൾ സാധാരണ പരിക്കി വെക്കുന്നില്ലേ, അതേപോലെ പരിക്കി വെച്ചാൽ മതി. പിന്നെ നിങ്ങളെ കയ്യിൽ വിനാഗിരി ഉണ്ടെങ്കിൽ വിനാഗിരി തന്നെ ഇട്ട് കൊടുക്കുക. അപ്പം എൻ്റെ കയ്യിൽ വിനാഗിരി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെറുനാരങ്ങ നീര് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് വെക്കുക. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ 1-2 മണിക്കൂർ നേരത്തെ ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ചധികം തന്നെ ഞാൻ മിക്സിൻ്റെ ചെറിയ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ചാറ്റ് മസാല വേണം. അപ്പോൾ അത് 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചിക്കൻ്റെ 1/4 ഭാഗത്തോളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി അതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് 1-2 മണിക്കൂർ മാറ്റിയേക്കാം. ഇനി നമുക്ക് നമ്മൾ സബ്വേ സാൻഡ്വിച്ചിനുള്ള ഫില്ലിങ്ങിൻ്റെ ചിക്കനില്ലേ, അപ്പോൾ അത് പരിക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് നമുക്ക് എന്താക്കണം, കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ബട്ടർ നല്ലോണം ചൂടായിട്ടാകുമ്പോൾ കുഞ്ഞായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയില്ലേ അതിട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലൊരു സ്മെല്ല് വരുമ്പോൾ കളർ ചേഞ്ച് ആണ്ട, ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആവാൻ പോകുന്നില്ല, ആ ഒരു ടൈമിൽ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായി ചിക്കൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം നൽകി കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ തന്നെ ചിക്കനിന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ ഒരു വെള്ളം വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ ചിക്കൻ കറി എന്ന് പറയാം, ഫ്രൈ എന്നും പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കറിയും റെഡിയാക്കിയിട്ട് എടുക്കുക. ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാൻ എന്തൊക്കെയാണ് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ചൂടായിട്ടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായ ചിക്കനില്ലേ അതിട്ട് കൊടുത്തിന്. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം.
നിങ്ങൾ കറിയായിട്ടാണ് ഇത് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അത് വേറൊരു സ്റ്റൈലാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നുള്ളത്. അപ്പോൾ അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാനിങ്ങനെ നല്ലത് കാണിച്ചു തരാവേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ സബ്വേ സാൻഡ്വിച്ചിൻ്റെ ആ ഒരു ചിക്കൻ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ എല്ലാം ആയിട്ട് വരുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് മഞ്ഞ, പച്ച, റെഡ്, ചോപ്പ് അതുപോലെ 3 കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിന്. അതെന്താക്കണം, ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. അപ്പോൾ എല്ലാത്തിൻ്റെയും പാതിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നല്ല തിന്നായിട്ട് തന്നെ നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഇപ്പോൾ പച്ചയും മഞ്ഞയും ചുവപ്പും എല്ലാം ഞാനിവിടെ ഇതേപോലെ തന്നെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. നമ്മൾ ആ ചിക്കൻ ഇറങ്ങിയ വെള്ളമെല്ലാം നല്ലോണം വറ്റി കഴിഞ്ഞിട്ടായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഒരു ക്യാപ്സിക്കൽ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ 3 കളറും ഇല്ലെങ്കിൽ പ്രശ്നമില്ല. പച്ച കളർ എല്ലായിടത്തുനിന്ന് കിട്ടുമല്ലോ ക്യാപ്സിക്കം, ബാക്കി 2ഉം അങ്ങനെ എല്ലായിടത്തുനിന്നും കിട്ടണമെന്നില്ല. അപ്പോൾ അത് മാത്രം ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇപ്പുറത്ത് ചിക്കൻ റെഡിയാക്കുന്നുണ്ടായിട്ട് 2 സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ക്യാപ്സിക്കവും അതേപോലെ 2 തക്കാളിയും ഇതേപോലെ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് മല്ലിച്ചപ്പും പുതിനാവും വേണം. അങ്ങനെ അതെല്ലാം ആയി കഴിയുമ്പോഴത്തേക്ക് ആദ്യമേ ചെറുതായിട്ടൊന്ന് കരിയാൻ തുടങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ ഓനൊന്ന് ഇതുപോലെ ഒന്ന് സമാധാനിപ്പിച്ചിട്ടായിട്ട് ബാക്കി പണിയെല്ലാം എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വീഡിയോ എല്ലാം എടുക്കുന്ന കണ്ടിട്ട് ജമ്മുവിന് ഭയങ്കര പൂതി ഒന്ന് ആദമിനെ മടിയിലിരുത്തണം എന്നെല്ലാം ഞാൻ ഇങ്ങനെ ഓളെടുത്തിരുന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഓളയിൽ കൊടുക്കും, അല്ലെങ്കിൽ എനിക്ക് പേടിയാണ് ഇങ്ങനെ കൊടുക്കാനായിട്ട്. ഓന് ചെറുതല്ലേ, അപ്പോൾ ഓളും ചെറുത് തന്നെ അല്ലേ, ഓൾക്കറിയില്ല. അല്ലെങ്കിൽ ഓനെടുത്തിട്ട് ഇങ്ങനെ പെട്ടെന്ന് തായറിങ്ങിയാലോ കുഞ്ഞി എനിക്ക് അങ്ങനത്തെ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറവന്നെയാണ് ഓരയിൽ അങ്ങനെ കൊടുക്കൽ. അങ്ങനെ കസ്കസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിട്ട് ആ ഒരു ടൈമിൽ കസ്കസ് എല്ലാം വെള്ളത്തിലിട്ട് വെച്ചിന്. അങ്ങനെ നേരത്തെ ഇട്ട് വെക്കണമെന്നൊന്നുമില്ല, ഒരു 10-15 മിനിറ്റ് മുന്നേ ഇട്ട് വെച്ചാൽ മതി. പിന്നെ മറന്നുകൊണ്ടാന്ന് വിചാരിച്ചിട്ട് നേരത്തെ ഇട്ട് വെച്ചതാണ്. അപ്പോൾ അതെല്ലാം അർമാനും അന്നുമെല്ലാം കൂടിയിട്ട് റെഡിയാക്കിക്കോളും. ഞാനുള്ളത് ഇതേപോലത്തെ ഒരു ലോഫ് ബന്നാണ് എടുത്തിട്ടുള്ളത്. 10 എടുത്തിന്. 10 ഫുള്ളും എനിക്ക് ആ ഒരു ഫില്ലിങ് അത്ര മതിയായിട്ടുണ്ടായിട്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് നല്ലോണം ചിക്കനെല്ലാം ഇട്ടാലല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എത്രയാണോ ആ ഒരു ചിക്കനിൽ ആകുന്നത് അത്രയാണ് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ടായത്. 7 എനിക്ക് കിട്ടിയിട്ടുണ്ടായിന്. അതിൻ്റെ ഇടയിൽ നമ്മളെ റൂ അഫ്സ ഇല്ലേ, മുഹബത്ത് കാ സർബത്ത്, അതിനുള്ള ബത്തക്കയും കൂടി റെഡിയാക്കിയിട്ട് വെച്ചിന്. അപ്പോൾ അത് ലാസ്റ്റ് ടൈം ഒന്നിച്ച് ചെയ്തെടുത്താൽ നമുക്ക് എന്തോ ഫുള്ള് മൊത്തത്തിൽ കച്ചറാന്ന പോലെ തോന്നലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയിലെല്ലാം ആയിട്ടാണ് ഇതുപോലെ ഫ്രൂട്ട്സ് കട്ടിങ്ങും ജ്യൂസിൻ്റെ ഫ്രൂട്ട്സ് എല്ലാം കട്ടാക്കി എടുക്കലും അങ്ങനത്തെ എല്ലാം ചെയ്തെടുക്കലുള്ളത്. മയോണൈസ് ഞാൻ തന്നെ റെഡിയാക്കിയതാണ്. പാൽ വെച്ചിട്ടാണ് റെഡിയാക്കിയിട്ടുണ്ടായത്. പാലും എള്ളില്ലേ നല്ല ടേസ്റ്റാണ് അതുപോലെ റെഡിയാക്കിയിട്ട് എടുക്കുമ്പോൾ. നിങ്ങളടുത്ത് റെഡി ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി. പിന്നെ നമുക്ക് ചീസ് വേണം. ചീസ് ഞാൻ കൊടുന്ന് ആ ഒരു അരമണിക്കൂർ മുമ്പാണ് മീങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ അതെനിക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ വിട്ടുപോയി. പുറത്ത് തന്നെയാണ് ഉണ്ടായത്, ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് ചെറുതായിട്ടൊന്നിങ്ങനെ എടുക്കാനൊരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട്, ചെറുതായിട്ടൊരു മെൽട്ടായ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫ്രീസറിൽ തന്നെ വെക്കണം ചീസ്. ഒരു അരമണിക്കൂർ മുമ്പോ 1 മണിക്കൂർ മുമ്പോ ഫ്രീസറിൽ വെക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇതുപോലെ എടുക്കുന്ന ടൈമിൽ കറക്റ്റായിട്ട് കിട്ടും. ഇനി ഈ ഒരു ബ്രെഡിലേക്ക് നമുക്ക് എന്താക്കണം, 2 സൈഡും മയോണൈസ് ഇതുപോലെ നല്ല നമുക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ലെറ്റ്യൂസാണ് വേണ്ടത്. ലെറ്റ്യൂസിൻ്റെ മേലെയായിട്ട് തിന്നായിട്ട് സ്ലൈസാക്കിയ ക്യാരറ്റ് വെച്ച് കൊടുത്തിട്ട്, നിങ്ങൾക്ക് തക്കാളി ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും തക്കാളിയും വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് കാണാനും നല്ല കളർഫുള്ളായിട്ടും ഉണ്ടാവും. തക്കാളി പിന്നെ മക്കൾക്കൊന്നും അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടാണ്. പിന്നെ നമ്മൾ റെഡിയാക്കിയ ചിക്കനില്ലേ, അത് അതിൽ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. കുറച്ചധികം ഇട്ട് കൊടുത്തിട്ടാൽ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ മസ്റ്റർഡ് സോസ് ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കെച്ചപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ ഈ ഒരു മയോണൈസിലേക്ക് കുറച്ച് കെച്ചപ്പ് മിക്സ് ആക്കിയിട്ടുണ്ടായിന്. കുറച്ചാണ്, എനിക്ക് വേണമെങ്കിൽ എനിക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമ്മളെ സബ്വേ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിന്. ബാക്കി ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ റെഡിയാക്കി ആ ഒരു ചിക്കൻ ഉണ്ടായിട്ട് ആ ചിക്കന് ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ തിരിച്ചിട്ട് മറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. അതിൻ്റെ ആ ഒരു ബാക്കിയുള്ള നമ്മൾ ക്യാപ്സിക്കം തക്കാളിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഗ്രേവി ഇല്ലേ, അത് മിക്സിൻ്റെ ജാറിൽ ഒന്ന് അടിച്ചെടുത്താൽ മതി. എന്നിട്ടായിട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിക്കാക്കിയിട്ട് എടുക്കാം. ഇത് കുബൂസിൻ്റെ ഒന്നിച്ചിട്ടും ചപ്പാത്തിൻ്റെ ഒന്നിച്ചിട്ടും നല്ല ഉണ്ടാവുക. അപ്പോൾ ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ആക്കിയിട്ട് നമുക്ക്. നോമ്പിനൊന്നും കുറേ കറിയൊന്നും വേണ്ടാലോ. അപ്പോൾ ഇതേപോലെ ആകുമ്പോൾ പെട്ടെന്ന് തീരും ചെയ്യും, എല്ലാവർക്കും നല്ല ഇഷ്ടമാവും ചെയ്യും, ഒരു വെറൈറ്റിയും ആവും.
അപ്പം അങ്ങനെ നോമ്പ് തുറയെല്ലാം കഴിഞ്ഞ് അതേപോലെ രാത്രിയിലത്തെ ഫുഡ് അടി പരിപാടിയും എല്ലാം കഴിഞ്ഞ് അപ്പോൾ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിട്ടാ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഇഷ്ടമല്ല ലൈക്കാക്കുക, അതേപോലെ സബ്സ്ക്രൈബ് ആക്കാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടും ആക്കിയത്. പിന്നെ നിങ്ങളെ അഭിപ്രായം എന്തായാലും അറിയിക്കാൻ മറക്കണ്ട. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും നല്ല നല്ല റെസിപ്പി ആയിട്ടും വ്ളോഗായിട്ടും എല്ലാം കാണാം. അപ്പോൾ എല്ലാവരോടും ഫ്രണ്ട്സ് ബൈ, താങ്ക് യു.